ഫാമിലീസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്തുവാ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതെന്നും ഓർമ്മ കാണുമല്ലോ. എത്ര പ്രായം ചെന്ന് കഴിഞ്ഞാലും നമുക്കതൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതേപോലെ എനിക്കും ഒരു അനുഭവമുണ്ട്. എന്തുവാന്നോ, പിന്നെ ഒരു ഈ പരേതാത്മാവാണ് പ്രേതമാണോ എന്തോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാമേ. അപ്പോൾ എനിക്കൊന്നൊരു 6-7 വയസ്സ് കാണും. 6-7 വയസ്സുള്ളപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ട് എന്നെ കൂട്ടിക്കൊണ്ട്, അമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ, അവിടെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴത്തേക്കിന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. അമ്മച്ചി എന്നും പ്രാർത്ഥിക്കാനിരിക്കും. അപ്പോൾ ആദ്യം ഒരു പാട്ട് പാടും, 2 പാട്ട് പാടും. അത് കഴിഞ്ഞ് പിന്നെ പുതിയ നിയമം വായിക്കും, പഴയ നിയമം വായിക്കും, പിന്നെ ഒരു സങ്കീർത്തനം വായിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന തന്നെ ആണ് 1 മണിക്കൂർ. പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ കൊച്ചുമക്കളെല്ലാം നല്ല ഉറക്കമായി കാണുമായിരിക്കും. 3-4 പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ അമ്മച്ചിയുടെ വായിലോട്ട് നോക്കിയിരിക്കും. കാരണം അമ്മച്ചി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അയ്യോ, എൻ്റെ അമ്മച്ചി എന്തിനാ കരയുന്നത് ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു വിഷമം എനിക്ക് മനസ്സിലുണ്ട്. അപ്പം ഉണ്ടല്ലോ, അന്നും പതിവ് പോലെ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണം അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞിട്ട് തന്നെ അമ്മച്ചി വാതിക്കലിരുന്ന്, അപ്പം വിളക്ക് അന്ന് കരണ്ടില്ലല്ലോ, വിളക്കിൻ്റെ വെട്ടത്തിൽ അമ്മച്ചി വാതിക്കലിങ്ങനെ എൻ്റെ അടുത്ത് ഇരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു പാറയുണ്ട്. ആ പാറയുടെ പുറത്ത് പോയിരുന്ന് മൂത്രം ഒഴിക്കാനായിട്ട് പോയി ഇങ്ങനെ ഇരുന്നത്. അപ്പം ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. നമ്മുടെ കണ്ണി കുത്തിയ പോലും കാണത്തില്ല, അത്രയ്ക്ക് ഇരുട്ട്, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഓലയിട്ട വീടായിരുന്നു, ഓലപ്പുരയായിരുന്നു. അപ്പോൾ വീടിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ നോക്കി, വീടിൻ്റെ മൂലയ്ക്ക് ഞാനിങ്ങനെ, എനിക്ക് ആരോ നിൽക്കുന്ന പോലെ തോന്നിയേ. ഞാനോർത്തോടെ ഈ ഇരുട്ടത്ത് ആരോ വന്ന് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു റോസ് കളറെന്ന് പറഞ്ഞാൽ റോസ് കളറിൽ ഒരപ്പച്ചനാണ്. ഇങ്ങനെ നമ്മൾ ഈ ഹാഫ് സൈസ് ഫോട്ടോ ഇല്ലേ, ആ ഹാഫ് സൈസ് ഫോട്ടോയിൽ നമ്മളങ്ങനെ ഒരാളുടെ ഹാഫ് മാത്രം കാണുന്നത്, കാലോ ശരീരമോ ഒന്നും കാണത്തില്ല. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് നല്ല വ്യക്തമായിട്ട് ആ ഇരുട്ടത്ത് ഞാൻ നന്നായിട്ട് കാണുവാണ്. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, എന്തുവാ യക്ഷികളൊക്കെ ആണെങ്കിൽ വെള്ള സാരി ഉടുത്താ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കളിയാക്കത്തില്ലോ. പിന്നെ യക്ഷി ഇപ്പോൾ വെള്ള സാരി ആരാ യക്ഷിക്ക് മേടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. പക്ഷെങ്കിൽ ഞാനും ഇപ്പോഴോർക്കും, അഥവാ പരേതാത്മാവാണെങ്കിൽ പുള്ളിക്കാരെ ഷർട്ട് മേടിച്ചു കൊടുത്തത് ഞാനിപ്പോൾ ഓർക്കുന്നത്. റോസ് കളറിലെ ഷർട്ട്, ആളുടെ മുഖത്തിൻ്റെ കളറും ശരീരത്തിൻ്റെ കളറും എങ്ങനെ അതേപോലെ തന്നെ ഷർട്ടിൻ്റെ കളർ റോസ് കളറിലെ ഷർട്ട്. നമ്മൾ ഈ കോളറിൻ്റെ ഇവിടെയുള്ള മടക്കില്ലേ, ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഇച്ചിരി ഇത് നിൽക്കുന്നത്, അതുവരെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കണ്ട്. അതേപോലെ ഷർട്ടിൻ്റെ ബട്ടൺസ്, പക്ഷെങ്കിൽ താഴോട്ട് കാണത്തില്ല കേട്ടോ, കാലോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. ഈ ഹാഫ് സൈസ് ഫോട്ടോയിൽ എങ്ങനെ നമ്മൾ നിൽക്കുന്നത് അതേപോലെ തന്നെ. തലയിൽ മുടിയില്ല, മൊട്ടത്തലയാണ്. അതേപോലെ പല്ലൊന്നും കാണത്തില്ല, ഇങ്ങനെ സ്മൈലായിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുമോ. പക്ഷെ ഞാനിങ്ങനെ ഒത്തിരി നേരം നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പേടിയൊന്നും വന്നില്ല കേട്ടോ. എനിക്കങ്ങ് ഇഷ്ടം തോന്നി അപ്പച്ചനെ കണ്ടപ്പോൾ, നല്ലൊരു. അപ്പോൾ ഇപ്പം എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു 19 വയസ്സ് പുള്ളിക്ക് അന്ന് തോന്നി. നല്ല മൊട്ടത്തലയനായ ഒരപ്പച്ചൻ, നല്ല സുന്ദരനും സുമോനുമായ ഒരപ്പച്ചൻ. പുള്ളിയുടെ ശരീരത്തു നിന്ന് ഇങ്ങനെ ചെറിയൊരു പ്രകാശം ഇങ്ങനെ ശരീരത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് പോലെ എനിക്ക് തോന്നി. പോകുന്നതല്ല, ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആവരണം ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് അന്നേരം തോന്നി. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ എഴുന്നേറ്റ് ഒരാളുകൊണ്ട് അമ്മച്ചനോട് ചോദിച്ച്, കഴിഞ്ഞില്ല ഇത്ര നേരമായിട്ട്, എത്ര നേരം ഇരിക്കുന്നത്, എഴുന്നേറ്റ് വാ അമ്മച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, നിനക്കത് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞ് കണ്ടത് എന്തുവാന്ന് അറിയത്തില്ലല്ലോ, ഇങ്ങനൊന്നും ഇനിയും കാണിക്കരുതേ, എൻ്റെ വീടിനെ മൊത്തം നീ അവിടുന്ന് കാത്തു സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി അങ്ങ് പ്രാർത്ഥിച്ച്.
അത് കഴിഞ്ഞാണെങ്കിൽ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്കും ഞാനിങ്ങനെ കൊച്ചല്ലേ അപ്പോൾ ഓരോരുത്തർ എന്നോട് സംഭവങ്ങൾ അറിയാനായിട്ട് വന്നു. എന്തുവാ നീ കണ്ടത്, എന്തുവാ കണ്ടത്? അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പം അവരൊക്കെ പറഞ്ഞ ഇന്ന ആൾ മരിച്ചു പോയില്ലേ, അവർ വന്നതായിരിക്കും, ആ പുള്ളി വന്നതായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ ഏരിയയിലൊന്നും അങ്ങനെയുള്ള ഒരാളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല, ഇനിയൊട്ടുണ്ടാകാൻ പോകുന്നത്. എനിക്കതിനി വല്ല അന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് വല്ല സായിപ്പങ്ങടോ അടങ്ങാണോ മരിച്ചു പോയിട്ട് പുള്ളിയുടെ എന്തെങ്കിലും വന്നതെന്ന്. പക്ഷേ അത് മനുഷ്യനല്ലെന്ന് എനിക്കറിയാം. അത് മനുഷ്യനേ അല്ല, അത് വേറെന്തോ ഒരു ജൻസിൽപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു, അന്നും എനിക്ക് തോന്നുന്നു. ജീവിച്ചിരിക്കുന്നവരുമല്ല മരിച്ചുപോയ ആളുമല്ല, വേറെ ഏതോ ഒരു ജൻസിൽപ്പെട്ട ഒരാളാണ് അത്. അങ്ങനെ ആ ഒരു സംഭവം. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സംഭവം, എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് മരിപ്പിനെല്ലാവരും വരുമല്ലോ, ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ വരും. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞ് ഇതൊക്കെ ഡെഡ് ബോഡിയൊക്കെ മറവ് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ആ വീട്ടിൽ ബാക്കിയായത് ഞാനും അമ്മയും എൻ്റെ ആങ്ങളെ മാത്രമല്ല. എൻ്റെ ആങ്ങളെ അപ്പോൾ കുഞ്ഞതാണ്. അതും ഈ പ്രായത്തിലൊക്കെ തന്നെ ഈ സംഭവം നടക്കുന്നത്. അപ്പം എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്മയും എൻ്റെ ആങ്ങളെ മാത്രം വീട്ടിൽ ബാക്കിയായി. വീട്ടിലായപ്പോഴത്തേക്കിന് രാത്രി കിടക്കാൻ നേരത്ത് അമ്മയ്ക്കൊരു ചെറിയൊരു പേടി. കാരണം അമ്മ അന്ന് ചെറുപ്രായം കൂടാതെ അമ്മയ്ക്ക് അന്ന് 25 വയസ്സേ ഉള്ളൂ. അപ്പം 25 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ വന്നപ്പോൾ അമ്മ അയൽപക്കത്ത് വീട്ടിലെ ഒരു അമ്മച്ചി കൂട്ടിന് വിളിച്ചുകൊണ്ട് കിടക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ അവർ വന്ന് അപ്പോൾ ചെറിയൊരു വീടാണ്, കുഞ്ഞൊരു വീട്, അതും ഓലയിട്ട വീടാണ് കേട്ടോ. കുഞ്ഞൊരു മുറി, ഒരു ചെറിയൊരു അടുക്കളയുടെ നിലത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞൊരു വീട്. അപ്പം ഞാൻ അത്താഴൂണൊക്കെ കഴിഞ്ഞ് ഈ അമ്മച്ചിയും എൻ്റെ അമ്മയും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്തോ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ, അപ്പം ഓലയും കൊണ്ടുള്ള വാതിലാണല്ലോ, അപ്പോൾ ആ വാതിലിങ്ങനെ അടച്ചിട്ടിരിക്കും, ഓലയും കൊണ്ടുള്ള വാതിൽ. ഞാനും എൻ്റെ ആങ്ങളെ വാതിലിൻ്റെ അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്കിങ്ങനെ കത്തുമ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് ഒരു കറുത്ത ഒരു കുമള പോലെ ഇങ്ങനെ ഉരുണ്ട് വരത്തില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെ പണി എന്നാണെന്നറിയുമ്പോൾ എന്ന് രാത്രി വിളക്ക് കത്തിച്ചാലും ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഈർക്കിലി എടുത്തോണ്ട് വന്നിട്ട് ഈ കറുത്ത കുമ്പള എങ്ങനെ വരുന്നത് അതിങ്ങനെ കുത്തി കളയാലേ ഞങ്ങൾക്ക് പരിപാടി. കുത്തി ഈർക്കലങ്ങ് കത്തുമ്പോഴത്തേക്കിനും അത് നിലത്തിട്ട് പിന്നെ കുത്തും. അങ്ങനെ വിളക്ക് കുത്തിക്കെടുത്തല ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിപാടി. അങ്ങനെ ഞങ്ങളിങ്ങനെ ആ വിളക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാതച്ചട്ടയെന്നാണ് പറയുന്നത്. വാതച്ചട്ടുണ്ടല്ലോ, ഇതാണെങ്കിൽ പിന്നെ ഷൂന്ന് പറഞ്ഞ് മുകളിലോട്ട് അങ്ങ് പൊങ്ങിപ്പോയേ, ഡയറക്റ്റ് നേരെ, അങ്ങോട്ടോ ഇങ്ങോട്ടോ സൈഡിലോട്ടോ ഒന്നും പോയില്ല, കറക്റ്റ് നേരെ അങ്ങ് പോയപ്പോഴത്തേക്കിനുണ്ടല്ലോ. അപ്പം അമ്മയും ആ മറ്റേ അമ്മയും കൂടി വാതിലിൻ്റെ നേരെയായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും വാതിലിൻ്റെ പടിയിലും ഇങ്ങനെ ഇരിക്കും. ഈ വാതിലാണെങ്കിൽ മുകളിലോട്ട് പൊങ്ങി ഒന്ന് പോയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി. പേടിച്ചെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ആങ്ങളെയും കൂടി ഓടി അമ്മയുടെ മടി കയറിപ്പോയിരുന്നു. ഇപ്പം ഈ കൂട്ടുകിടക്കാൻ വന്ന അമ്മയും പേടിച്ചു, എല്ലാവരും പേടിച്ചു. പക്ഷേങ്കിൽ അതെന്തുവാന്ന് ഇന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളൊക്കെ ഓർമ്മയില്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴും പറയാതെ അന്ന് എന്തുവായിരുന്നു സംഭവിച്ചത്. കാരണം മനുഷ്യന്മാർ വല്ലതുമാണെങ്കിൽ പിന്നെ ചെറിയ വീടല്ലേ, കുഞ്ഞു വീടല്ലേ, അപ്പം അതിൻ്റെ പരിസരത്തോടൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്ക് എന്തായാലും അറിയാം. അല്ലെങ്കിൽ ആൾപ്പെരുമാറ്റം കാൽപ്പെരുമാറ്റം ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ആരോ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും കേട്ടിട്ടില്ല. അതേപോലെ ഇതിങ്ങനെ നേരെ മുകളിലോട്ട് പൊങ്ങിപ്പോകണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും മുകളിൽ നിന്ന് ഇത് പൊക്കണം. മുകളിൽ നിന്ന് പൊക്കിയാലല്ലേ മുകളിലോട്ട് പോവുള്ളൂ. പക്ഷേ മുകളിൽ ഈ വീടിൻ്റെ പുറത്ത് കയറാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഇറുന്നിരിക്കുക. ഈ മറ്റേ അലകും കൊണ്ടാകും ഇതിൻ്റെ ഇതൊക്കെ. ഈ ഓലയൊക്കെ ആണെങ്കിൽ ദ്രവിച്ച്. അപ്പം അമ്മ പറയുന്നത് ഞാൻ പറയുമായിരുന്നു, മഴ വരുന്നത് അന്നൊരു വേനൽക്കാലമായിരുന്നു. അപ്പം അമ്മ പറയുമായിരുന്നു, മഴ വരുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഈ ഓല മാറണം, അല്ലെങ്കിൽ മഴയത്ത് പിന്നെ ഭയങ്കര ഇതാകുമെന്ന് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ കേൾക്കുമല്ലോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ദ്രവിച്ചിരിക്കുന്ന ഓലയാണ്.
ആ ഓലയിട്ട് വീടിന്റെ മുകളിൽ ആരെങ്കിലും കയറുവാണെങ്കിൽ അവർ ടപ്പോന്നും പറഞ്ഞ് ഞങ്ങളുടെ തലമുണ്ടല്ലേ ഒന്ന് വീഴുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യരും മുകളിലാകാൻ സാധ്യതയില്ല. സൈഡിൽ നിന്ന് വലിച്ചാൽ അങ്ങനെ മുകളിലോട്ട് പോകുന്നേ. ഇന്നും ഞങ്ങൾക്കതൊരു ചോദ്യചിഹ്നമായിരിക്കുക. ആരാ ഞങ്ങളുടെ ആ പിന്നെ ഓലയിട്ട കതക് മുകളിലോട്ട് വലിച്ചു നോക്കിയത് ഇന്നും ഞങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടിരിക്കുക. അങ്ങനെ 2 അനുഭവങ്ങൾ എൻ്റെ ചെറുപ്രായത്തിൽ നടന്ന് എനിക്ക് ഇന്നും മറക്കാൻ പറ്റിയിട്ടില്ല. അതെന്തുവാ അതിൻ്റെ പുറകിലത്തെ ഇതൊന്ന് ട്രിക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാജിക്ക് അല്ലെങ്കിൽ അതെന്തുവാണെന്ന് അറിയാൻ എനിക്ക് ഇന്നും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ എന്തോ 40 വയസ്സ് വരെ നമ്മൾ പിള്ളേരെ വലുതാക്കണം, വീട്ടിലെ പണി ഇതൊക്കെ. പിള്ളേരൊക്കെ വളർന്ന് വലുതായപ്പോഴത്തേക്കിനും ഇപ്പം ഫ്രീ ആയിട്ട് കുറച്ച് ഫ്രീ ഒക്കെ ആകുമ്പോൾ പഴയ കഥകളൊക്കെ നമുക്കെന്നല്ല എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, ബെൽ ബട്ടൺ അമർത്തണം, മറക്കരുത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ സ്റ്റാർട്ടിങ് ആണിപ്പോൾ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ബൈ. ഇന്നാ നോക്കാം.